ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തെങ്ങ് മുറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പൂക്കുലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂക്കുല ഉപയോഗിച്ചിട്ട് നമ്മൾ പുട്ട് തയ്യാറാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും ചെയ്യാം. ഇതിൻ്റെ ഇവിടങ്ങളിൽ ചൊട്ട എന്നാണ് പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചൊട്ടയ്ക്കുള്ളിൽ നിന്ന് നമുക്ക് പൂക്കിലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കുല ഇതിൽ നിന്ന് അടർത്തിയെടുക്കണം. പൂക്കുലൊക്കെ നമ്മൾ നന്നായിട്ട് അടർത്തിയെടുത്തു. പ്രസവശേഷമുള്ള നടുവേനൊക്കെ മാറാനായിട്ട് നമ്മൾ പൂക്കുല ലേഹ്യം കഴിക്കാറുണ്ടല്ലേ. അതേ എഫക്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളിതുപോലെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുക. പുട്ട് മാത്രമല്ല, അടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ഒരു പൂക്കുല വളരെ മൂപ്പ് കുറഞ്ഞിട്ടുള്ളൊരു പൂക്കുല ആയതുകൊണ്ട് നമുക്കിത് മുഴുവനായി തന്നെ ഉപയോഗിക്കാം. പുരുഷന്മാരിൽ നടുവേദനയൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ പുട്ടും അടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അവർ ലേഹ്യമോ മറ്റോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതുപോലെ അടയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് അരച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്താൽ പുട്ടിന് നല്ല സ്വാദായിരിക്കും. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച പൂക്കുല ചേർത്ത് കൊടുക്കുക. പൂക്കുല അരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കണമെങ്കിൽ. ഇനിയിപ്പോൾ അരയണില്ല എന്ന് തോന്നുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം ചേർത്ത് കുഴക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അരപ്പിൽ തന്നെയുള്ള വെള്ളം നമുക്ക് കുഴച്ചെടുക്കാൻ മതിയാവും കേട്ടോ. അപ്പോൾ നന്നായി തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ സാധാരണ എങ്ങനെയാണ് പുട്ട് തയ്യാറാക്കുന്നത് അതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പുട്ട് നമ്മൾ കടലക്കറിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കടലക്കറി തയ്യാറാക്കിയിട്ടിട്ട് പൂക്കുലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. താങ്ക്